അമ്പിളി മാമൻ. കോഴിയും പരുന്തും. പണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ പണ്ട് കോഴിയും പരുന്തും വലിയ ചങ്ങാതിമാരായിരുന്നു. രണ്ടുപേരും അയൽവക്കത്തായിരുന്നു താമസവും. ഒരു ദിവസം കോഴിയമ്മ അരിയിലെ കല്ലുപിറക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡിങ്കുറുപ്പരുന്ത് ഒരു പാത്രവുമായി വന്നു. അമ്മിണിക്കോഴി, വെളുപ്പിനെ തുടങ്ങിയ പണിയാണല്ലോ, ഇതിനിയും തീർന്നില്ലേ? എന്താ പറയാൻ എന്റെ ഡിങ്കുറു, ഇതിലപ്പടിക്കല്ല. അപ്പൻ ചുട്ട കുഞ്ഞുങ്ങളുടെ ചുണ്ടു മുറിയും. ദാ, ഇത് ഞാൻ ഉണ്ടാക്കിയ അവലോസുണ്ടേ, കുട്ടികൾക്ക് കൊടുക്ക്. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുകയല്ല ചങ്ങാതി, ഇതിന് ഒടുക്കത്തെ രുചിയാ. അത് പിന്നെ പറയാനുണ്ടോ, നീ പണ്ടേ നല്ല പാചകക്കാരനല്ലേ. ഇന്നാണ് നീ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ആ പലഹാരത്തിന്റെ രുചി ഇപ്പോഴും ചുണ്ടിൽ നാക്കിലിരിക്കുക. അതെ, പിന്നെ അമ്മണി വാ കഴുകിയിട്ടില്ലെന്ന് ചുരുക്കം. നിന്നോട് ചോദിച്ചോ? ഡിങ്കറു, നീ അന്നുണ്ടാക്കിയ ആ പലഹാരത്തിന്റെ പേരെന്താ? ഞാൻ അതങ്ങ് മറന്നുപോയി. എരിപൊരിയപ്പെന്ന് പറയും. ഹോ, അത് തന്നെ. വായിൽ വെള്ളൂറുന്നു. എന്നാ ശരി, അടുത്ത ഞായറാഴ്ച ഞാൻ അത് നിനക്കുണ്ടാക്കി തരാം. കൊതിച്ചി, ഒരു കഷ്ണം എനിക്കും തന്ന കുഴപ്പമില്ല. രണ്ടാൾക്കും കൊതി മാറുവോളം എരിപൊരിയപ്പം ഉണ്ടാക്കിത്തരാം. അതിന് കുറച്ച് എള്ളു വേണം. അത് നിങ്ങൾ എനിക്ക് വേണ്ടി ശേഖരിക്കണം. അത് കുറെ വീട്ടിലെ പത്തായത്തിലുണ്ട്, ഞാൻ എടുത്തു തരാം. അതൊക്കെ പോട്ടെ, എവിടെ അമ്മിണിയുടെ ഇമ്മിണികള്? ഒന്ന് വിളിച്ചേ. അവരകത്ത് കളിച്ചോണ്ടിരിക്കുക. ഇമ്മിണികളെ, ദാ ആരാ വന്നിരിക്കുന്നേന്ന് നോക്കിയേ. അമ്മണി വിളിക്കാത്ത താമസം അകത്ത് കളിച്ചുകൊണ്ടിരുന്ന ഇമ്മിണികൾ കൂട്ടത്തോടെ പുറത്തു ചാടി. ദേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അവലോസുണ്ടയാ ഈ പാത്രം നിറയെ. ഡിങ്കർ കൊണ്ടുവന്നതാ. എന്തിനാ ബഹളം വെക്കണേ? എല്ലാവർക്കും ഉള്ളത് ഈ പാത്രത്തിലുണ്ട്. ആ, കുട്ടികൾ അവലോസുണ്ട കഴിക്കുന്നത് കണ്ട് മരക്കൊമ്പിലിരുന്ന കാക്ക കൊതിയോടെ നോക്കി. കാകു, നീ കൊതിക്കണ്ട, നിനക്കുള്ളത് ഞാൻ വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഇതാ, ഇതിലൊരെണ്ണം ഇപ്പൊ നീ കഴിച്ചോ. പരുന്ത് കൊടുത്ത അവലോസുണ്ട കാക്ക കൊതിയോടെ കൊത്തിത്തിന്നു. അരിയിലെ കല്ല് പെറുക്കാൻ ഡിങ്കുറുപ്പരുന്ത് അമ്മിണിക്കോഴിയെ സഹായിക്കാനിരുന്നു. ഞാൻ നിന്നെ സഹായിക്കാം, അല്ലെങ്കിൽ നിന്റെ കല്ല് പെറുക്കൽ ഇന്ന് തീരുന്ന ലക്ഷണമില്ല. ശരിയാ, കുഞ്ഞു കല്ലുകളല്ലേ, വെള്ളെഴുത്ത് കാരണം കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസ. അത് ശരിയാ. അല്ല, ആ വില്ലാതി വൈദ്യൻ കുറിച്ചു തന്ന നിന്റെ ആ കണ്ണാടി എന്റെ അത് വെച്ചുകൂടെ നിനക്ക്? അതിന്റെ കാര്യം പറയാതിരിക്കുക ഭേദം. എന്തു പറ്റി? അത് കാണാനില്ലെന്നേ. കാണാനില്ലെന്നോ? അതെവിടെ പോയി? എവിടെ വെച്ചതെന്നൊരു ഓർമ്മയില്ല. എന്റെ സംശയം കുട്ടികൾ കളിക്കാൻ വേണ്ടി എടുത്തുന്നാ. 2 ആഴ്ച മുമ്പ് സൂചിയിൽ നൂല് ഓർക്കാൻ വേണ്ടി എടുത്ത ഒരു ഓർമ്മയുണ്ട്. പിന്നെ എവിടെ പോയോ ആവും. ആ വില്ലാതി വൈദ്യരെ കണ്ട് പുതിയതൊന്ന് വാങ്ങിച്ചുകൂടെ നിനക്ക്? അതിന് ഇവിടുന്ന് ഇറങ്ങാൻ നേരം കിട്ടണ്ടേ. പണിയെല്ലാം കഴിയുമ്പോഴത്തേക്കും വില്ലാതി കടയടച്ച് വീട്ടിൽ പോയിട്ടുണ്ടോ. ആവൂ, സംസാരിച്ചു നിന്ന് സമയം പോയത് അറിഞ്ഞില്ലേ? ഞാൻ അടുത്ത ദിവസം വരാം. കല്ലുപിറക്കൽ കഴിഞ്ഞില്ലെങ്കിൽ പറഞ്ഞാ മതി, ഞാൻ സഹായിക്കാം. ഡിങ്കുറുപ്പരുന്ത് പാത്രവും വാങ്ങി വീട്ടിലേക്ക് മടങ്ങി. അടുത്ത ദിവസം പതിവ് പോലെ ഡിങ്കുറു കോഴിയമ്മയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ കോഴിയമ്മ മുറ്റമടിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്താ കോഴിയമ്മേ, കല്ലുപിറക്കൽ കഴിഞ്ഞോ? ഒരുവിധം ഒതുക്കി. മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന ഇമ്മിണിക്കുഞ്ഞുങ്ങൾ പരുന്തിനെ കണ്ടതും ചുറ്റും കൂടി. വല്ലതും തിന്നാൻ കിട്ടുമെന്നായിരുന്നു ഇമ്മിണികളുടെ വിചാരം. പക്ഷേ ഡിങ്കുറു കയ്യം വീശിയാ വന്നത്. ഡിങ്കർ വരുമ്പോഴെല്ലാം ഓരോന്ന് കൊണ്ടുവന്ന് പഠിപ്പിച്ച കാരണം എപ്പോഴും നിന്നെ കാണുമ്പോ കുട്ടികൾ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചാ ഈ ഓടിക്കൂടുന്നത്. അയ്യോ, കഷ്ടായി പോയല്ലോ. ഇന്ന് ഞാൻ കയ്യും വീശി ഇറങ്ങിയത്. ഇത് കേട്ടതും കുഞ്ഞുങ്ങൾ വലിയ വായിൽ കരയാൻ തുടങ്ങി.
പറഞ്ഞേക്കാം. പോട്ട് അമ്മിണി, അവര് കുഞ്ഞുങ്ങളല്ലേ? കുഞ്ഞുങ്ങൾ എന്തായാലും കുറച്ച് മര്യാദ വേണ്ടേ? പരുന്ത് പല വിദ്യകളും കാട്ടി നോക്കി. ഇമ്മിണി കുഞ്ഞുങ്ങൾ കരച്ചിൽ നിർത്തുന്ന ലക്ഷണമില്ല. അയ്യോ, ഇത് കഷ്ടായില്ലോ. ഇനിയിപ്പൊ എന്താ ചെയ്യാ? ഇമ്മിണി കുഞ്ഞുങ്ങളെ, ദേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ, ഞാനൊരു പാട്ട് പാടാം. കരയാതെ കുഞ്ഞുങ്ങളെ, എരിപൊരിയപ്പം ഇപ്പൊ നൽകാം. അടിപൊളിയായി കറുമുറ കറുമുറ കഴിച്ചിടാം. നാളെ സൂര്യൻ ഉദിച്ചിടുമ്പോൾ സുന്ദരമായൊരു എരിയപ്പം കറുമുറ കറുമുറ കഴിച്ചിടാം. കുഞ്ഞുങ്ങൾ വാശി പിടിച്ച് കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോഴാണ് ഡിങ്കുറുവിന് ഒരാശയം തോന്നിയത്. ഇമ്മിണി കുഞ്ഞുങ്ങളെ, ദേ ഇങ്ങോട്ട് നോക്കിയേ, കരയാതെ. ഡിങ്കുറു ഒരു സൂത്രം തരാം. ഡിങ്കുറു, കുട്ടികളാ, അവരെ എങ്ങനെ വിശ്വസിക്കും? താക്കോൽ കൂട്ടം എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാ പിന്നെ എന്താ ചെയ്യാ? ഏയ് ചുമ്മാ പേടിക്കാതെ അമ്മിണി. ഇമ്മിണികൾ താക്കോലിട്ട് കളിച്ചിട്ട് ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരില്ലേ? താക്കോൽ കിട്ടിയതോടെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ അവസാനിച്ചു. അവർ താക്കോലുമായി കളി തുടങ്ങി. ഡിങ്കുറുവും അമ്മിണിയും കുട്ടികളുടെ കരച്ചിൽ നിന്നതിൽ സന്തോഷത്തോടെ കഥ പറഞ്ഞിരുന്നു. പോകാൻ നേരം ഡിങ്കുറു തന്റെ ഭക്ഷണം സൂക്ഷിക്കുന്ന നിലവറകളുടെ താക്കോൽ കൂട്ടം അന്വേഷിച്ചു. ഇമ്മിണികളെ, എനിക്ക് പോകാൻ നേരായി, വേഗം വരൂ, ആ താക്കോല് തരൂ. ചോദിച്ചത് കേട്ടില്ലേ? വേഗം താക്കോല് കൊടുത്തേ. ഡിങ്കുറുവിന് ധാരാളം പണിയുള്ളതാ, വീട്ടിൽ പോയിട്ട് കളിച്ചത് മതി. കുട്ടികൾ വെറുതെ കരഞ്ഞു കാണിച്ചുകൊണ്ടിരുന്നു. അമ്മിണിക്ക് കാര്യം പിടികിട്ടി. കുട്ടികൾ കളിച്ച് കളിച്ച് താക്കോൽ കൂട്ടം കൊണ്ട് കളഞ്ഞിരിക്കുന്നു. എവിടെ എന്റെ താക്കോൽ കൂട്ടം? ഇമ്മിണികളെ, ദേ എനിക്ക് വീട്ടിൽ പോവാനുള്ളതാ. എന്റെ താക്കോൽ കൂട്ടം എവിടെ? ഞാൻ എപ്പോഴേ പറഞ്ഞില്ലേ കുട്ടികൾക്ക് കളിക്കാൻ അത് കൊടുക്കരുതെന്ന്. അവറ്റകൾ താക്കോല് കൊണ്ടേ കളയുന്നു. കൊടുത്തതാണോ കുറ്റം? കൊടുത്ത സാധനം സൂക്ഷിക്കണ്ടേ? ദേ എന്റെ വായന വല്ലതും കേൾക്കും. ഓ, കുട്ടികളാകുമ്പോ ചില കയ്യബദ്ധമൊക്കെ പറ്റിയിരിക്കും. കയ്യബദ്ധം പോലും. എന്റെ ആഹാര സാധനങ്ങൾ വെച്ചിരിക്കുന്ന നിലവറയുടെ താക്കോല കൊണ്ട് കളഞ്ഞിരിക്കണേ. അയ്യോ, ഞാനിനി അങ്ങനെ ഭക്ഷണം കഴിക്കും. പരുന്തും കോഴിയും ഒന്നും രണ്ടും പറഞ്ഞ് ഒടക്കായി. ഒടക്ക് വലിയ ശത്രുതയിലേക്ക് മാറി. തന്റെ നിലവറയുടെ താക്കോൽ നഷ്ടപ്പെട്ടത് കാരണം ഭക്ഷണം കിട്ടാതായ പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചാൻ തുടങ്ങി. കോഴിയമ്മയും കുഞ്ഞുങ്ങളും അന്നു മുതൽ നേരം വെളുക്കുമ്പോൾ തന്നെ താക്കോല് തപ്പി കൊത്തിപ്പെറുക്കി നടക്കാനും തുടങ്ങി. ഈ ശത്രുത ഇന്നും ഇരുകൂട്ടരും തുടരുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന കാക്ക പരുന്ത് പറക്കുമ്പോൾ പിറകെ പോയി താക്കോല് കിട്ടിയോന്ന് തിരക്കി പരുന്തിനെ ഇത് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കൂകും കോഴി ചിക്കിക്കൊത്തി നടക്കും കോഴി കാരണമെന്തേ കാരണമെന്തേ ചിക്കിക്കൊത്തി പെറുക്കാൻ. കൂകും കോഴി ചിക്കിക്കൊത്തി നടക്കും കോഴി കാരണമെന്തേ കാരണമെന്തേ ചിക്കിക്കൊത്തി പെറുക്കാൻ. കൂകും കോഴി ചിക്കിക്കൊത്തി നടക്കും കോഴി കാരണമെന്തേ കാരണമെന്തേ ചിക്കിക്കൊത്തി പെറുക്കാൻ. പണ്ട് പണ്ട് എങ്ങാണ്ടോ കളഞ്ഞു പോയതു എന്തോന്നോ പാവം പാവം പൂവാലി കൊത്തിപ്പെറുക്കി നടക്കുന്നു. പണ്ട് പണ്ട് എങ്ങാണ്ടോ കളഞ്ഞു പോയതു എന്തോന്നോ പാവം പാവം പൂവാലി കൊത്തിപ്പെറുക്കി നടക്കുന്നു. കൂകും കോഴി ചിക്കിക്കൊത്തി നടക്കും കോഴി കാരണമെന്തേ കാരണമെന്തേ ചിക്കിക്കൊത്തി പെറുക്കാൻ. കാരണമെന്തേ കാരണമെന്തേ ചിക്കിക്കൊത്തി പെറുക്കാൻ. Magic, 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 magic. Magic book, magic book, magic book.
magic book, magic book, magic book.